US മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഇറാൻ അംഗീകരിക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി നിർത്തുമെന്നും ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങൾ നീക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള സൂചനയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് ട്രംപിന്റെ ഈ പ്രസ്താവന. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു കരാറിന് ഏകദേശം ധാരണയായിട്ടുണ്ടെങ്കിലും ഇനിയും വിട്ടുവീഴ്ചകൾ ഉണ്ടായില്ലെങ്കിൽ വൻതോതിലുള്ള ആക്രമണം വീണ്ടും ആരംഭിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ കരാറിന്റെ ഭാഗമായി ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താനും പകരം അമേരിക്ക അവർക്കെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. ലോക സമാധാനത്തെയും അന്താരാഷ്ട്ര വ്യാപാരത്തെയും ബാധിക്കുന്ന സുപ്രധാനമായ നയതന്ത്ര നീക്കത്തിനാണ് ട്രംപിന്റെ ഈ പ്രസ്താവന പുത്തനുണർവ് നൽകിയിരിക്കുന്നത്. ഇതോടെ US-ഇറാൻ യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് ലോകരാജ്യങ്ങൾ. സമ്മതിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഇറാൻ തയ്യാറാകുമെന്ന് കരുതുന്നു. ഒരുപക്ഷെ അതൊരു വലിയ തീരുമാനമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഐതിഹാസികമായ എപ്പിക് ഫ്യൂരി അവസാനിക്കും. കൂടാതെ ഉപരോധം നീങ്ങുന്നതോടെ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഉൾപ്പെടെ എല്ലാവർക്കും തുറന്നു കൊടുക്കാനുമാകും. അവർ സമ്മതിച്ചില്ലെങ്കിൽ ബോംബാക്രമണം ആരംഭിക്കും. അത് മുൻപത്തേക്കാൾ തീവ്രതയിലായിരിക്കും. ഈ കാര്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ സ്വതന്ത്രമായ സഞ്ചാരം ലക്ഷ്യമിട്ടുള്ള പ്രൊജക്ട് ഫ്രീഡം എന്ന നീക്കം ഇറാനുമായുള്ള കരാറിൽ അന്തിമ തീരുമാനമാകുന്നതുവരെ വളരെ കുറഞ്ഞ സമയത്തേക്ക് നിർത്തിവെക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ട്രംപ് പറഞ്ഞിരുന്നു. അതേസമയം പശ്ചിമേഷ്യയിൽ നിലവിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഇറാനിലെ ആണവ പദ്ധതിയെക്കുറിച്ച് വിശദമായ ചർച്ചകൾക്ക് തുടക്കമിടുന്നതിനുമായി ഇറാനുമായി ഒരു പേജുള്ള ധാരണാപത്രത്തിൽ ഒപ്പിടാൻ വൈറ്റ് ഹൗസ് തയ്യാറെടുക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഫെബ്രുവരിയിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇരുപക്ഷവും ഒരു കരാറിലേക്ക് ഇത്രയടുത്തെത്തുന്നത് ഇതാദ്യമായാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഈ കരാറിൽ ഉൾപ്പെടുന്ന വ്യവസ്ഥകൾ ഇവയാണ്: ആണവ സമ്പുഷ്ടീകരണത്തിന് ഇറാൻ നിരോധനം ഏർപ്പെടുത്തണം. പകരമായി US ഉപരോധങ്ങൾ പിൻവലിക്കുകയും മരവിപ്പിച്ച കോടിക്കണക്കിന് ഇറാനിയൻ ഫണ്ട് വിട്ടു നൽകുകയും ചെയ്യും. ഹോർമൂസ് കടലിടുക്കിലെ യാത്രാ നിയന്ത്രണങ്ങൾ ഇരു രാജ്യങ്ങളും നീക്കും. ട്രംപിന്റെ പ്രത്യേക പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും വിവിധ ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി നേരിട്ടും മധ്യസ്ഥർ വഴിയും 14 പോയിന്റുള്ള ഈ ധാരണാപത്രത്തെക്കുറിച്ച് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ.